അസ്സലാമലൈക്കും. എന്തെല്ലാം സുഖമല്ലേ? ഇപ്പം നല്ല ചൂട് കാലമല്ലേ അല്ലേ? എല്ലായിടത്തും നല്ല ശ്രദ്ധ ഒക്കെ ഉണ്ടാകട്ടെ. മക്കളൊക്കെ കളിക്കാൻ വിടുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് പുറത്തേക്ക് വിടട്ടോ. ഇപ്പോൾ പാമ്പിൻ്റെ സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും നല്ല വെള്ളം കുടിക്കുക. അപ്പോൾ അതൊക്കെയാണ് വേണ്ടത് ചൂട് സമയം. ഇത് ഇനി രാവിലെ മക്കൾക്ക് കേക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ടി കേക്ക് ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഡെക്കറേഷനൊക്കെ അതിൻ്റെ മേലെ കൂടെ പഞ്ചസാരയും സുഹൃത്തുക്കളും അപ്പോൾ ഒക്കെ വെച്ചെടുത്തേക്കണം. ഒക്കെ കൂട്ടിയിട്ട് മക്കൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. കേക്കൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്കാണ്. പിന്നെ നമ്മൾ ബീഫ് ബിരിയാണി ഇട്ടു. നമ്മൾ പണ്ട് കാലത്ത് വല്യമ്മമാരൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേനോ ബിരിയാണി. അപ്പോൾ എൻ്റെ വല്യമ്മയൊക്കെ ഈ രീതിയിലാട്ടോ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒട്ടും എണ്ണ ഒഴിക്കാത്ത അങ്ങനത്തെ ഒരു ബിരിയാണി കേട്ടോ. നമ്മൾ മലപ്പുറം സ്റ്റൈൽ പറഞ്ഞാൽ തിളപ്പിച്ച് കൂട്ടിയ ബിരിയാണി ഉണ്ടല്ലോ, അങ്ങനത്തെ ബിരിയാണിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. പണ്ട് കാല വല്യമാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത് ബിരിയാണി. മലപ്പുറത്ത് ഭാഗത്തൊക്കെ നോക്കി കല്യാണപ്പേരിയിലൊക്കെ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കാറുള്ളത് ബിരിയാണി. അപ്പോൾ ആ ഒരു ബിരിയാണി ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം വെച്ചിട്ട്. അപ്പോൾ ബീഫ് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നാട്ടിലത്തെ ബീഫ് നല്ല ഫ്രഷ് ബീഫല്ലേ കാരണം. അപ്പോൾ അത് നമ്മളൊക്കെ മസാല ഇട്ടിട്ട് അപ്പം അങ്ങനെ വേവിച്ചാൽ മതി കേട്ടോ. ഇതാണെങ്കിൽ അല്ലാത്തൊരു നല്ല വേവുള്ള ബീഫാണെങ്കിൽ കുക്കറിൽ തന്നെ വേവിക്കേണ്ടി വരും. ഞാനിത് ഫീസെല്ലാം നമ്മളിവിടെ ഈ ഒമാനിലൊക്കെ ഫ്രിഡ്ജിൽ ഫീസെല്ലാം കുറേ കടന്നിട്ടാണല്ലോ ബീഫ് വരുന്നത്. ഫ്രഷ് ബീഫല്ലേ കാരണം. എന്നാലും ഇത് ഫ്രഷ് ബീഫാട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കുക്കറിൽ ഒരു 5-6 വിസിൽ ഞാനിത് വിസിലടുപ്പിച്ചിട്ട് അപ്പോൾ ഞാൻ ബീഫ് കുക്കറിലിട്ടിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ടുണ്ടല്ലോ അതും പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പറഞ്ഞ 5-6 വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ ബീഫ് ഇള ബീഫാണെങ്കിൽ ഒരു 3 വിസിലൊക്കെ മതിയാവും. പിന്നെ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഞാനിതാ 3 സവാള ആണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ചതച്ചതും ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലോട്ട് ഞാനിത് മല്ലിച്ചപ്പ് പുതിന ഇതിലോട്ട് പുതിന കുറച്ചേ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിന കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിലോട്ട് ചപ്പാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് വേണ്ടത് നമ്മൾ തക്കാളി ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ കുഞ്ഞ് തക്കാളി ഇത് കാക്ക കൊടുന്ന് തന്നതിന് കേട്ടോ. ഹസ്ബൻഡ് ചെങ്ങായി കാക്ക. അപ്പം അങ്ങനെ കാക്ക കൊടുന്ന തക്കാളി നല്ല പുളിയില്ല തക്കാളി നല്ല രസമായിട്ടോ. വെറുതെ കഴിക്കാമെന്നൊക്കെ പറയുന്നത്, പക്ഷേ നമുക്ക് അങ്ങനെ ഞാൻ തക്കാളി ഇതുവരെയായിട്ട് വെറുതെ കഴിച്ചിട്ടില്ല. അവിടെ ഞാൻ കറിയിലോട്ടൊക്കെ എടുത്ത് നല്ല അടിപൊളി തക്കാളി ഇട്ടത്. പിന്നെ നമുക്ക് എന്നിട്ട് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലോട്ട് കരിവേപ്പിൻ്റെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്ത പൊടികൾ പറഞ്ഞത് മല്ലിപ്പൊടി 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഗരം മസാല പിന്നെ ഇതിലോട്ട് ഞാൻ മുളക് പൊടി തീരെ ചേർത്തിട്ടില്ല കേട്ടോ. മുളക് പൊടി ഞങ്ങൾ ബിരിയാണിക്ക് ചേർക്കാറേ ഇല്ല. മലപ്പുറം ഭാഗത്തുള്ള ആൾക്കാർക്ക് അറിയാവുന്ന കാര്യം നമ്മൾ മുളക് പൊടി ചേർക്കാറില്ല ബിരിയാണിയിലോട്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ളത് നമ്മളെ ഇതുണ്ടല്ലോ നാരങ്ങ. അപ്പോൾ നാരങ്ങയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ അത്യാവശ്യം നല്ല പുളിയില്ല നാരങ്ങ കേട്ടോ. ഇവിടുത്തെ തൈര് പറഞ്ഞാൽ തീരെ പുളിയില്ല. അപ്പോൾ അതുകൊണ്ട് നാരങ്ങ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങൻ്റെ നീര് നമ്മുടെ നാട്ടിലത്തെ തൈര് പറഞ്ഞാൽ നല്ല പുളിയില്ല തൈരാണല്ലോ. അപ്പോൾ നാരങ്ങൻ്റെ നീര് അധികം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ തൈര് മാത്രം മതി. ഇവിടെ വന്നാൽ തൈര് തീരെ പുളിയില്ലാത്തതുകൊണ്ട് നാരങ്ങ കുറച്ച് 2 നാരങ്ങ ചിലപ്പോൾ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ പുളിക്കും വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എല്ലാതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അരി അളന്നെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര അരി വേണ്ടിച്ചെങ്കിൽ ആ അരി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റ് കൂടാനുള്ള നമ്മളെ ബിരിയാണീൻ്റെ റൈസ് മാത്രം എടുക്കട്ടോ. നമ്മളെ നാട്ടിലൊക്കെ നല്ല അടിപൊളി ബിരിയാണി റൈസ് കിട്ടുമല്ലോ. അപ്പോൾ ആ ബിരിയാണി റൈസ് വെച്ചിട്ട് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ ഒന്നും നമ്മളെ നാട്ടിലത്തെ ആ ബിരിയാണി അരി ഒന്നും കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അധികവും ഇവിടെ ഈ ബസ്മതി റൈസ് വെച്ചിട്ടാട്ടോ ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. പിന്നെ നമ്മൾ വെള്ളമൊക്കെ നല്ല ചോറിന് വെച്ച വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം നല്ല തിളച്ച് വന്നപ്പോൾ അതിലോട്ട് ഞാൻ കറുവാപ്പട്ടയും ഏലക്ക ഗ്രാമ്പു പിന്നെ കുറച്ച് നാരങ്ങൻ്റെ നീരും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങ നീര് ഒഴിച്ചത് കഴിഞ്ഞാൽ ചോറ് ഒട്ടി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നാരങ്ങൻ്റെ നീര് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക നാരങ്ങൻ്റെ നീര്. അപ്പോൾ അതവിടെ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. മറ്റേ ആ ബിരിയാണിക്ക് കടിച്ചാലും ഇങ്ങോട്ട് കിട്ടൂല. ആ രീതിയിൽ ബീഫായാൽ പിന്നെ ബിരിയാണിന് മടുക്കും, നമുക്ക് വേണ്ടില്ല അതിന് തോന്നും. അതുകൊണ്ട് നല്ല ബീഫ് നല്ലതായിട്ട് വെന്തിട്ട് പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുക ബീഫ്. എന്നിട്ട് ഞാൻ പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ ബീഫിൽ,
ബീഫിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റിയിട്ട് ബീഫിലോട്ട് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചോറൊക്കെ കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു പാകത്തെ വേവ് മതി കേട്ടോ, വല്ലാതെ വേവിച്ചിക്കാണ്ട് കഞ്ഞിയാക്കാൻ നിൽക്കണ്ട. പിന്നെ നമുക്ക് ഇറച്ചി ഒക്കെ ഇട്ടിട്ട് കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ്. പിന്നെ ഇത് നമ്മൾ എന്തുണ്ടല്ലോ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഉള്ളിയൊക്കെ തൂമിച്ചതാട്ടോ. അപ്പോൾ ഞാൻ ലേശം നെയ്യ് എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലോട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ആ നെയ്യിലോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒട്ടും എണ്ണയൊന്നും ചേർക്കാത്ത ഒരു ബിരിയാണിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ കുറച്ചെങ്കിലുമൊക്കെ ഒരു മേലെ കൂടെ നെയ്യൊക്കെ തൂവി കൊടുക്കണ്ടേ, അപ്പോഴല്ലേ ആ ബിരിയാണിൻ്റെ ഒരു സ്മെല്ലും രുചിയൊക്കെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ ഉള്ളിയൊക്കെ മുപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അതിൻ്റെ മേലെ കൂടെ ആദ്യം അടിയിൽ നമ്മൾ വേവിച്ച ബീഫ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് മേലെ കൂടെ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ വറുത്തതൊക്കെ അതിന് മേലെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ നെയ്യ് ഉണ്ടല്ലോ നമ്മൾ മൂപ്പിച്ച എണ്ണ ഉണ്ടല്ലോ അത് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഗരം മസാലയുടെ പൗഡർ അത് പൊടി അതിന് മേലെ കൂടെ ഇട്ട് കൊടുക്കുക. വീണ്ടും അടുത്ത സ്റ്റെപ്പ് വീണ്ടും ചോറ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതവിടെ 2 സ്റ്റെപ്പായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇതാ ഫുള്ളായിട്ട് ഞാൻ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് വരെയിട്ട് ഈ രീതിയിൽ ബിരിയാണി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. നമ്മളെ പണ്ടൊക്കെ വല്യമാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിരിയാണി കേട്ടോ. നമ്മളെ മലപ്പുറം സ്റ്റൈലിൽ സ്ഥിരം എല്ലാവരും വീട്ടിലും ഈ രീതിയിൽ തന്നെ കാരണം ബിരിയാണി ഉണ്ടാക്കാറ്. ഇപ്പോഴല്ലേ ഉള്ളി വാട്ടിയിട്ടും തക്കാളി വാട്ടിയിട്ടും ഒക്കെ ബിരിയാണി ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ ഇങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. കല്യാണ വീട്ടിലൊക്കെ എല്ലാവരും ഇങ്ങനെ തന്നെ ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. പിന്നീടുണ്ടല്ലോ ഇത് വീണ്ടും നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ട് പിന്നെ ദമ്മിലിടുക ചെയ്യുന്നു കേട്ടോ. നാട്ടിലാണെങ്കിൽ തീക്കടൽ മേലും അടിയിലൊക്കെ ആയിട്ട് ഇടുക. ഇവിടെ അത് പറ്റില്ലല്ലോ, ഗ്യാസ് തന്നെ സിമ്മിലാക്കിയിട്ടാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്, ചോറ് ദമ്മിലിട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ഓക്കെ ബൈ, താങ്ക് യു.